കടലിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ഫാമാ നിങ്ങൾക്ക് വിശ്വാസമായ? എന്താ എൻ്റെ പിറകിലുള്ളത് കക്കിരിയാണ് കേട്ടാ. ദേ ഇവിടെ പപ്പങ്കായ ഉണ്ട്, ചെറുത് വലുതായി വരുന്നതേ ഉള്ളൂ. ഇവിടെ എന്തെന്ന് വെയിനിങ് ഉണ്ടല്ലോ ഇതാ. പിന്നെ കുറച്ചപ്പുറം വത്തക്ക ഉണ്ട് കേട്ടാ. ഇത് നിറച്ച് ഇവരെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടാ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്ഥലം. ഒരു വ്യക്തിയുടെ അല്ല, ഇത് ഇവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടാ. ഗവൺമെന്റ് കൊടുക്കുന്ന എന്ത് നല്ല വരെ ഗവൺമെന്റ് സൂപ്പർ അല്ലേ? ഇത് ഇവരുടെ ആവശ്യത്തിന് മാത്രമല്ല, ഇവർ പുറത്ത് വിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള മിക്ക ആൾക്കാരുടെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ ഒരു കൃഷി എന്ന് പറയുന്നത്. ഇവിടെ കൃഷി ചെയ്ത കോടീശ്വരന്മാരാവാ. നമ്മളെ നാട് പോലെയല്ല. വേണ്ട വത്തക്ക നോക്കി വളഞ്ഞു നിൽക്കുന്നത് എന്ത് രസമല്ലേ. പിന്നെ കുറേ ആൾക്കാരവിടെ കൃഷി ചെയ്യാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മാർച്ചിൽ നോമ്പ് വരെയല്ലേ, ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ മാർച്ച് ആകുമ്പോഴത്തേനും, നോമ്പിൻ്റെ സമയം ആകുമ്പോഴത്തേനും കൃഷിയൊക്കെ ഭയങ്കരമായിട്ട് തുടങ്ങും അവർ. ഇതാ ഇത് കണ്ട ഗ്രീൻ ഹൗസ്. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഗ്രീൻ ഹൗസിനെ കുറിച്ചിട്ട്, പക്ഷേ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് കാണാൻ അങ്ങ് മാൽദീവ്സിലോട്ട് വരേണ്ടി വന്നു. എന്തെന്നല്ലേ. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.